രുക്മാമ്മേ, പപ്പയും മമ്മിയും കൂടെ എനിക്കൊരു കല്യാണം ആലോചിച്ച കാര്യം രുക്മാമ്മ അറിഞ്ഞോ? അറിഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞ മറുപടി മമ്മി പറഞ്ഞു. പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ രുക്മാമ്മേ? ഞാൻ പപ്പയും മമ്മിയും നിശ്ചയിക്കുന്ന പുരുഷനെ വിവാഹം കഴിക്കണോ, അതോ ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനെ വിവാഹം കഴിക്കണോ? രുക്മാമ്മ എന്താ ഒന്നും പറയാത്തത്? മോള് നീ സ്നേഹിക്കുന്ന പുരുഷനെ മാത്രമേ വിവാഹം കഴിക്കാവൂ. Come in. Excuse me, Daddy. ഞാൻ അല്പം ലേറ്റായി. ഇത് മിസ്റ്റർ ജോസഫ്, എന്റെ ഫ്രണ്ടാണ്. ഗുഡ് ഈവനിങ് സർ. ഞങ്ങൾക്ക് കുറേയേറെ സംസാരിക്കാനുണ്ടായിരുന്നു, അതാണ് ലേറ്റായത്. ഞങ്ങൾ ഒരു നല്ല ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ജോസഫ്, മമ്മിയും പപ്പയും ഒന്നും സംസാരിക്കാത്തതെന്ത്? എന്ത് സംസാരിക്കാൻ? എന്തെങ്കിലും സംസാരിക്കണ്ടേ? ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ട് വരികയല്ലേ. നിങ്ങളേതാ? റിട്ടയർഡ് ജഡ്ജ് തോമസ് കുര്യന്റെ മകനാണ്. ഞാനൊരു ഡോക്ടറാണ്. ജോസഫ്, എന്റെ രുക്മാമ്മയെ പരിചയപ്പെടണ്ടേ? ഒന്നിങ്ങോട്ട് വരൂ. എന്റെ മമ്മി പേരിന് മാത്രമേ ഉള്ളൂ. എനിക്ക് മുലപ്പാൽ മുതൽ എല്ലാം തന്നു വളർത്തിയത് രുക്മാമ്മയാണ്. എന്നെ ശാസിക്കുന്നതും ഉപദേശിക്കുന്നതും എല്ലാം ഈ അമ്മയാണ്. കണ്ടതിൽ സന്തോഷം. മിസ്റ്റർ ജോസഫ്, ഇരിക്കൂ. ജഡ്ജി അദ്ദേഹത്തിന് സുഖമല്ലേ? അതെ, ഫാദറിനെയും മറ്റും ഉടനെ ഇങ്ങോട്ട് അയക്കാം. ഞങ്ങളുടെ വിവാഹം എങ്ങനെ നടത്തണമെന്ന് നിങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കൂ. എനിക്ക് അമേരിക്കയിൽ ഒരു നിയമനം കിട്ടിയിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് വിവാഹം നടക്കണം. എൽസി തുടർന്ന് അമേരിക്കയിൽ പഠിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ തീരുമാനം. രുക്മേ, കാപ്പി കൊണ്ടുവരാൻ പറയൂ. എല്ലാവരും കയറി രുക്മാമ്മേ, ഞാൻ വരട്ടെ. മോളെ, എന്റെ മോള് പോയിട്ട് വരൂ.
രുക്മാമ്മേ, കല്യാണം കഴിഞ്ഞ് ഞാൻ പോയത് പിന്നെ രുക്മാമ്മയ്ക്ക് മൗനമാണെന്നും എപ്പോഴും മുറിയടച്ചിരിക്കുകയാണെന്നും മമ്മി പറഞ്ഞു. നേരാണോ? മോളില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ജീവിതം? രുക്മാമ്മയുടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ജോലിയും ഒരു ലക്ഷ്യവുമില്ലാതെ കഴിയുമ്പം വിചാരിക്കാറുണ്ട്, മോടടുത്ത് വന്ന് അവിടെ താമസിച്ചാലോ എന്ന്. ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ രുക്മാമ്മേ. പക്ഷേ എന്താ മോളെ? ഞങ്ങൾ അടുത്ത ആഴ്ച അമേരിക്കയ്ക്ക് പുറപ്പെടുകയാണ്. ഞാൻ എവിടെയായാലും രുക്മാമ്മയെ എന്റെ അമ്മയായി തന്നെ കരുതും. വേണ്ടതെല്ലാം ഞങ്ങൾ അയച്ചു തരും. എനിക്കൊന്നും വേണ്ട മക്കളെ, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, നിങ്ങൾ സന്തോഷമായി ജീവിക്കണം. പിന്നെ പറയൂ രുക്മാമ്മേ. നിങ്ങൾ രണ്ടും കൂടി വിമാനത്തിൽ യാത്രയാവുന്നത് ഒന്ന് കാണണം. തീർച്ചയായും ഞങ്ങളെ യാത്ര അയക്കാൻ രുക്മാമ്മ എയർപോർട്ടിൽ വരണം. പോകുന്നതിന് മുൻപ് ഞാൻ ഇനിയും രുക്മാമ്മയെ കാണാൻ വരും. പോരെ? ഇതാ നോക്കൂ എൽസി, ഇത് മതിയൊന്നു. നന്നായിരിക്കുന്നു. എന്റെ രുക്മാമ്മയ്ക്ക് ഇത് മതി. ഇത് ഞാൻ കൊടുക്കുമ്പോ രുക്മാമ്മയ്ക്ക് എത്ര സന്തോഷമാവും.